ഹായ് ഫ്രണ്ട്സ്, കൊച്ചുമേന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ടോപ്പിക് ഖാദി ബോർഡ് LDC പ്രിലിംസ് ഒക്കെ വരുന്ന കൂട്ടുകാരുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2019 WHO ചീഫ് സയന്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? ഇതിന്റെ ഉത്തരം സി ആണ്, സൗമ്യ സ്വാമിനാഥനാണ്. രണ്ടാമത്തെ ചോദ്യം, ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടന എപ്രകാരമാണ്? അതിന്റെ ഉത്തരം എ ആണ്, 5+3+3+4. നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം? അതിന്റെ ഉത്തരം ഡി ആണ്, ചെങ്കോട്ട. 4, 2024 ഒളിമ്പിക്സ് വേദി? ഉത്തരം ബി ആണ്, പാരീസ്. 2024 ഒളിമ്പിക്സ് വേദി പാരീസ് ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി? ഉത്തരം എ ആണ്, മൃദുസഞ്ജീവിനി. ആറാമത്തെ ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ബി ആണ്, ഫെബ്രുവരി 21 ആണ്. അടുത്ത നോക്കാം. ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത? ഉത്തരം എ ആണ്, ജസ്റ്റിസ് സിറിയക് ജോസഫ്. നോക്കാം. 8, 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരെല്ലാം? ഉത്തരം ഡി ആണ്, ഇംഗ്ലണ്ട്. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ്. 9 ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1, ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4-നാണ്. 2, ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. 3, അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുന്ന ലക്ഷ്യം. ഇതിന്റെ ഉത്തരം വരുന്നത് ബി ആണ്, 1, 2, 3. അത് തന്നിരിക്കുന്നത് 3 ശരിയാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, 2022 രാജ്യത്ത് എല്ലാവർക്കും വീടെന്ന ലക്ഷ്യം നേടുന്നതിന് 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? അതിന്റെ ഉത്തരം ഡി ആണ്, പ്രധാനമന്ത്രി ആവാസ് യോജന. അടുത്ത ചോദ്യം നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്കു ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സി ആണ്, സിവാലിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. 12, ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഉത്തരം ഡി ആണ്, വിഴിഞ്ഞം. 18 നീളം കൂടി അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം എ ആണ്, രാജസ്ഥാൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏത്? ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരമാണ് ഉത്തരം ബി, നാഗ്പൂരാണ്. അടുത്ത ചോദ്യം നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ ഉത്ഭവിക്കുന്ന നദി ഏത്? ഉത്തരം സി ആണ്, കാവേരി. 16 താഴെ പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഏവ? 1, പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നറിയപ്പെടുന്നു. 2, കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. 3, കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കുറവാണ്. 4, എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ്. ഉത്തരം വരുന്നത് എ ആണ്, 1, 2 മാത്രം. അതിൽ 1, പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നറിയപ്പെടുന്നു. 2, കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. 17, ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? ഉത്തരം എ ആണ്, മുംബൈ.
18ാമത്തെ ചോദ്യം, 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഉത്തരം സി ആണ്, ആന്ധ്രാപ്രദേശ്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 19, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത്? ഉത്തരം ബി ആണ്, ഇന്ദിരാഗാന്ധി കനാൽ. 20, പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ബി ആണ്, ഗുജറാത്താണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഉത്തരം ബി ആണ്, ആന. 22, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം എ ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഡി ആണ്, 42ാം ഭേദഗതി. 24, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ഉത്തരം ബി ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. 25, വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം? ഉത്തരം എ ആണ്, 2005. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഡി ആണ്, 3, ഭാഗം 3. 27, ഇന്ത്യയുടെ ദേശീയപതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? ഉത്തരം സി ആണ്, 24 ആരക്കാലുകൾ. 24 ആരക്കാലുകളാണ് ദേശീയപതാകയിലുള്ളത്. 28, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഡി ആണ്, ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി? ഉത്തരം എ, പിംഗളി വെങ്കയ്യാണ്. 30, ചുവടെ നൽകിയിരിക്കുന്ന ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ബി ആണ്, സ്വത്തവകാശം. 31, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം എ ആണ്, ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ്. നോക്കാം, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും, ഇത് ആരുടെ പ്രഖ്യാപനമാണ്? സി ആണ്, സുഭാഷ് ചന്ദ്രബോസിന്റെയാണ്. അടുത്ത നോക്കാം, ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? അതിൻ്റെ ഉത്തരം 30 ഏപ്രിൽ 6-നാണ്. 1930 ഏപ്രിൽ 6. അടുത്ത് നോക്കാം, 34, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സി ആണ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. 35ാമത്തെ ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമര നായികയെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം ഡി ആണ്, അരുണ ആസിഫ് അലിയാണ്. അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ, നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം എ ആണ്, റാണി ഗൈഡിലിയോ. 37, താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്താറ്? ഉത്തരം ഡി ആണ്, BR അംബേദ്കർ. 38, ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരായിരുന്നു ജനങ്ങൾ ജാലിയൻവാല ബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ഉത്തരം ബി ആണ്, റൗലറ്റ് നിയമം.
39. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ഉത്തരം സി ആണ്, ജവഹർലാൽ നെഹ്റു. 40. ക്വസ്റ്റ്യൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ഉത്തരം ഡി ആണ്, ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗ് ആയിരുന്നു. 41. ചോദ്യം നോക്കാം. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം ഡി ആണ്, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയാണ് യക്ഷഗാനം. 42. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം എ ആണ്, പാലക്കാട് ജില്ല. 43. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഉത്തരം സി ആണ്, വേമ്പനാട്ട് കായൽ. 44. താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ബി ആണ്, പാമ്പാർ. പാമ്പാർ നദി. 45. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം സി ആണ്, ഇടുക്കി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി. 46. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഉത്തരം ഡി ആണ്, മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പലാണ്. 47. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്ത്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? ഉത്തരം എ, തീരപ്രദേശമാണ്. 48. ചോദ്യം. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി ആണ്, അട്ടപ്പാടി. 49. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഉത്തരം സി ആണ്, ആലപ്പുഴ. 50. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? എന്റെ ഉത്തരം എ ആണ്, OM നമ്പ്യാർ. അടുത്ത ചോദ്യം നോക്കാം. 51. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവാരെ? എന്റെ ഉത്തരം ഡി ആണ്, ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ്. 52. കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ഉത്തരം സി ആണ്, വൈകുണ്ഠ സ്വാമികൾ. 53. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? ഉത്തരം ഡി ആണ്, വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അടുത്ത നോക്കാം. 54. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ഉത്തരം ബി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 55. ചോദ്യം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഡി ആണ്, പൊയ്കയിൽ കുമാരഗുരു. 56. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ഉത്തരം ഡി ആണ്, മന്നത്ത് പത്മനാഭൻ. 57. ചോദ്യം. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിനെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരായിരുന്നു? ഉത്തരം സി ആണ്, വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദറാണ്. അടുത്ത ചോദ്യം നോക്കാം. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ബി ആണ്, അയ്യങ്കാളി. അയ്യങ്കാളിയാണ്. 59. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാരെ? ഉത്തരം എ ആണ്, VT ഭട്ടതിരിപ്പാട്. ഭട്ടതിരിപ്പാട്. 60. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാരെ? ഉത്തരം ബി ആണ്, ചട്ടമ്പി സ്വാമികൾ. 61. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ? ഉത്തരം ബി ആണ്, ഇൻസുലിൻ. ഇൻസുലിനാണ്. 62. ചോദ്യം നോക്കാം.
സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? ഉത്തരം ബി ആണ്, ഓ ഗ്രൂപ്പാണ് സാർവിക ദാതാവ്. 63 വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം എ ആണ്, ടൈഫോയിഡ്. 64 മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? ഉത്തരം സി ആണ്, 24. 65 ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏത്? ഉത്തരം ബി ആണ്, ജീവകം ഡി ആണ്. 66 കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം സി ആണ്, 6.5 തൊട്ട് 7.5 വരെയാണ്. 67 ചോദ്യം വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ബി ആണ്, എപ്പിഫൈറ്റുകൾ വിഭാഗത്തിലാണ്. 68 ചോദ്യം ഭൂഖണ്ഡത്തിന് ഉദാഹരണമാണ്? ഉത്തരം എ ആണ്, ഉരുളക്കിഴങ്ങ്. 69 ചോദ്യം പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏത്? ഉത്തരം എ ആണ്, ഹരിത. 70 ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ഉത്തരം ബി ആണ്, ചാവക്കാട് ഓറഞ്ച് ഇൻഡു വെസ്റ്റ് കോസ്റ്റ് ടോൾ. 71 ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതല്ല? ഉത്തരം ബി ആണ്, 2, 4 എന്നിവ. 2 12 സി 6 സി 13 സി 6 സി. അതുപോലെ 2H 1H 3H 1H. 72 ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം എ ആണ്, അലുമിനിയം. 73 ചോദ്യം മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം സി ആണ്, മോസ്ലി. 74 ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം? ഉത്തരം സി ആണ്, 3. അടുത്ത ചോദ്യം നോക്കാം. 75 ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം ഏതാണ്? ബേക്കിംഗ് സോഡ. ഉത്തരം ബി ആണ്, NaHCO3 ആണ് ബേക്കിംഗ് സോഡ. 76 ഊർജത്തിന്റെ ഡൈമെൻഷണൽ സമവാക്യം എന്താണ്? ഉത്തരം ബി ആണ്, ml² T⁻² ആണ്. 77 ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്രയാണ്? ഉത്തരം എ ആണ്, 212 ഡിഗ്രി ഫാരൻഹീറ്റ്. 78 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപകാരിത ഉള്ളത് തിരഞ്ഞെടുക്കുക. ഉത്തരം സി ആണ്, ജലം. 79 പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഡാഷാണ്? ഉത്തരം എ ആണ്, ഗുരുത്വബലമാണ്. 80 മനുഷ്യന്റെ ശ്രവണ പരിധി എത്ര? ഉത്തരം ഡി ആണ്, 20 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെ. അപ്പൊ 80 GK ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യനുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാം നല്ല റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇപ്രാവശ്യത്തെ ജാതി ബോർഡ് പ്രിലിംസിനും വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആവർത്തിക്കുന്നത് നോക്കി പോകുക. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ നോക്കണം.